തുടർചലനങ്ങൾ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് വീണ്ടും മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും മലയാളം കൗൺസിലിൻ്റെ സൂപ്രണ്ടൻറ്റുമായ പാസ്റ്റർ TJ സാമുവലാണ്. ദൈവം ഈ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ, അഭിഷിക്തൻ. TJ സാറിൻ്റെ പ്രസംഗമോ ബൈബിൾ ക്ലാസ്സോ എത്താത്ത മലയാളി പെന്തക്കോസ്ത് കുടുംബങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ ഒരു വൻകരയിലും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് സത്യം. വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ പാസ്റ്ററിനെ തുടർചലനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു പാസ്റ്റർ. ഏകദേശം 1000-ലധികം സഭകൾ, അതിലേറെ ശുശ്രൂഷകന്മാർ, വളരെ തിരക്കേറിയ ജീവിതത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് പേഴ്സണലായിട്ട് സമയം കണ്ടെത്താറുണ്ട്. കേട്ടിട്ടുള്ള അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഭാരതം എമ്പാടും സന്ദർശിച്ച് സുവിശേഷ വേലയിൽ ഡയറക്റ്റായിട്ട് ഏർപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഞാൻ മനസ്സിൽ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? ഓരോ സമയത്ത് ആത്മാവിൻ്റെ നിയമം ഉണ്ടാകുന്നതിനനുസരിച്ചുള്ള ശുശ്രൂഷകളാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഉണർവിന് പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ പെന്തക്കോസ്തുകാരും അങ്ങനെ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ അതിന് വ്യക്തിപരമായി എനിക്കൊരു കടമയുണ്ട് എന്ന് ദൈവാത്മാവിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സംഘമായിട്ട് ഞങ്ങൾ 2007 ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു വാഹനത്തിൽ സഞ്ചരിച്ച് ഞങ്ങൾ എല്ലാ സ്റ്റേറ്റിൻ്റെയും ക്യാപിറ്റലുകളിലും മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സ്ഥലങ്ങളിൽ മാത്രമല്ല, പോകുന്ന വഴിക്ക് ഞങ്ങൾ മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ദേശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ഒരു രീതിയാണ്. അത് ഇന്ത്യ മാത്രമല്ല, അതാത് സമയത്ത് ആത്മാവ് നിയോഗം തരുന്നത്, ഏത് രാജ്യത്ത് പോകാൻ നിയോഗം തന്നാലും ഞങ്ങൾ ആ രാജ്യത്ത് പോകാറുണ്ട്. എന്നോടുകൂടെ അതിന് പ്രാർത്ഥിക്കാൻ വരുന്ന കുറച്ച് ആളുകളുണ്ട്. അങ്ങനെ പല ദേശങ്ങളിലും പല രാജ്യങ്ങളിലും ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് പക്ഷേ സുവിശേഷ പ്രസംഗങ്ങളല്ലത്, പ്രാർത്ഥനയാണ്. പക്ഷേ പ്രാർത്ഥന ഞങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പോൾ ഒരു ദേശത്ത് പോയാൽ അവിടുത്തെ ജനത്തെ വിളിച്ചുകൂട്ടി, വിശ്വാസികളെ വിളിച്ചുകൂട്ടി അവരെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി അവർ ആ ദേശത്ത് ഇത് തുടരാൻ ഞങ്ങൾ അവരെ അഭ്യസിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ പല ദേശങ്ങളിലും പോയിട്ടുണ്ട്. ഇന്ത്യയിൽ 2 പ്രാവശ്യം അതിനുവേണ്ടി ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതാണ് ഇന്ത്യയുടെ ഉണർവിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണത്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്ന അങ്ങേക്ക് മലയാളി പെന്തക്കോസ്തിൻ്റെ ഈ ഒരു സഭകളുടെ വളർച്ചാ നിരക്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സഭകളുടെ ആയിരിക്കുന്ന അവസ്ഥയിലും എത്രത്തോളം സന്തുഷ്ടനാണ്? സഭയുടെ വളർച്ചാ നിരക്കിൽ സന്തുഷ്ടനാണെന്ന് പറയാൻ പറ്റുകയില്ല. ആത്മീയ നിലവാരത്തിലും സന്തുഷ്ടനാണെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ആദിമ സഭയുടെ അനുഭവത്തിലല്ല, അതിൽ നിന്ന് വളരെ അകന്നൊരു പോക്കാണ് ഇന്നത്തെ സമൂഹത്തിന് പൊതുവേ ഉള്ളത്. അതുകൊണ്ട് അതിനകത്ത് തൃപ്തരല്ല എന്നുള്ളതാണ് ശരി. 1988 മുതൽ അസിസ്റ്റന്റ് സൂപ്രണ്ടൻ്റായിട്ട് അങ്ങ് AGയിൽ വരുന്നത് മുതൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന, ദൈവമാക്കി വച്ചിരിക്കുന്ന അങ്ങ് നമ്മുടെ ദൈവസഭകൾക്ക് ഒരു സെക്കൻഡ് ലെയർ ലീഡർഷിപ്പ് ഒരുക്കിയെടുക്കുന്നതിൽ എത്രത്തോളം സാധിക്കുന്നുണ്ട്? അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ചകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് വിശദീകരിക്കാമോ? സെക്കൻഡ് ലെയർ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ പൊതുവെ ധാരാളം സൗകര്യങ്ങൾ പെന്തക്കോസ്ത് സഭകളിലുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡിലുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം സംസ്ഥാന തലത്തിൽ നേതൃത്വമുണ്ട്. അതിന് താഴേക്കടയിൽ ഞങ്ങളുടെ സെക്ഷൻ അടിസ്ഥാനത്തിലും മേഖലാടിസ്ഥാനത്തിലും പല ഡിപ്പാർട്ട്മെൻറ്റിനും നേതൃത്വമുണ്ട്. ഉദാഹരണത്തിന് യുവജന ഡിപ്പാർട്ട്മെൻറ്റ്, സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ്, വിമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് മേജറായ 3 ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അല്ലാതെ ഞങ്ങൾക്ക് ഇവാഞ്ചലിസത്തിൻ്റെ പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നോർത്ത് ഇന്ത്യൻ പ്രവർത്തനത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്.
ചാരിറ്റിക്ക് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പ്രയറിനൊരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം കേരള തലത്തിൽ നേതാക്കന്മാരെ ആക്കിയിട്ടുണ്ട്. ഇതിലൂടെ അവരുടെ കഴിവുകൾ തെളിയിച്ച് വളർന്നു വരാനുള്ള എല്ലാ സാധ്യതയും അവർക്കുണ്ട്. കൂടാതെ അസംബ്ലീസ് കോഡ് സംവിധാനം അനുസരിച്ചാണെങ്കിൽ അസംബ്ലീസ് കോഡ് 3 മേഖലയായിട്ട് തിരിച്ചിരിക്കുകയാണ് കേരളത്തിൽ. അപ്പം ആ ഓരോ മേഖലയ്ക്കും മേഖലാ ഡയറക്ടർമാരുണ്ട്. അവരുടെ കഴിവുകൾ ഉപയോഗിക്കാനും നേതൃത്വത്തിലേക്ക് വരാനുള്ള സൗകര്യം അവർക്ക് അവിടെയുണ്ട്. അതിന് താഴെയാണ് സെക്ഷൻ അടിസ്ഥാനത്തിലുള്ള ലീഡർഷിപ്പ്, പ്രസ്പിറ്റേഴ്സ്. അപ്പോൾ ഒരു സെക്ഷൻ അടിസ്ഥാനത്തിൽ ഒരു പ്രസ്പിറ്റർ ആയാൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിച്ച് വന്നാൽ നിശ്ചയമായിട്ടും മേളിലേക്കുള്ള അവസരങ്ങൾ അവർക്കുണ്ടാവും. എന്ന് മാത്രമല്ല, ഇത് ലീഡർഷിപ്പിനെ കേന്ദ്രീകരിച്ച് ചില കാലങ്ങളായിട്ട് ഞാൻ ലീഡർഷിപ്പ് സെമിനാർ നടത്താറുണ്ട്. കേരള അടിസ്ഥാനത്തിൽ കുറച്ച് നാളായിട്ട് ക്രമീകരിക്കുന്ന സ്പെഷ്യൽ ലീഡർഷിപ്പ് പ്രോഗ്രാംസ്. അത് 2 മാസം കൂടിയിരിക്കുമ്പോൾ ഒരു 2 ദിവസത്തേക്ക് ആളുകൾക്ക് ഏത് പാസ്റ്റേഴ്സിനും വന്ന് സംബന്ധിക്കാം, ലീഡേഴ്സിനെ ഉദ്ദേശിച്ച്. അപ്പം അങ്ങനെയുള്ള ലീഡർഷിപ്പ് അതൊരു എക്സലൻറ്റ് ക്ലാസ്സാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് നേതൃത്വം വളർത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ പെന്തക്കോസ്ത് സമൂഹം അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരിലും നമ്മളുടെ ക്രിസ്തീയ സമൂഹത്തിൽ വളരെയധികം വളർച്ചാ നിരക്ക് പ്രാപിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മൾ ന്യൂ ജനറേഷൻ സഭകളെന്ന് പറയുന്നത്. അതിൽ തന്നെ പ്രമുഖനായിട്ടുള്ള സജിത് കണ്ണൂർ എന്ന വ്യക്തി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഓർഡേൺഡ് പാസ്റ്ററായിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അല്ലെന്നുണ്ടെങ്കിൽ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തമായ ആ ഒരു നേതൃപാടവം അസംബ്ലീസ് ഓഫ് ഗോഡിന് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രേസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ജനങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ തന്നെ ഒരു വിഭാഗമായി മാറില്ലായിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ആ ഒരു വളർച്ചാ നിരക്ക് അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡിനോട് ചേർന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടി കൂടില്ലായിരുന്നു. അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡ് നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരു പ്രസംഗിയായിരുന്നു. അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള ധാരാളം അവസരങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡ് കൊടുത്തിരുന്നു. കഴിവുള്ളവരെ വിളിച്ച് യോഗങ്ങൾ നടത്തുക, ലീഡർഷിപ്പ് വളർന്നു വരിക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഒരു സമയത്ത് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് നടത്താൻ എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് ആ യോഗത്തിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവരെന്നോട് ഇദ്ദേഹത്തെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. വിളിക്കാൻ പറഞ്ഞു. ആ മീറ്റിങ്ങിൽ പറഞ്ഞ എനിക്ക് ചെല്ലാൻ മേലാത്ത ഒരു ദിവസം ഒരു സാഹചര്യത്തിൽ ഞാൻ അവിടെ ചെന്ന് പടേണ്ടി വന്നു. അന്നും സജിത്താണ് പ്രസംഗിച്ചത്, ഞാൻ പ്രസംഗിച്ചില്ല. അപ്പം അതിനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ തനിക്കുണ്ടായ വേറൊരു കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പോയി എന്നുള്ളതല്ലാതെ അസംബ്ലീസ് കോഡിൽ വളരാൻ സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ല പോയത്. അത് വേറൊരു വഴിക്ക് അദ്ദേഹം തിരിഞ്ഞു എന്ന് മാത്രമേ. പാസ്റ്റർ, പാരമ്പര്യ പെന്തക്കോസ്ത് സഭകൾ, ഉപദേശൈക്യമുള്ള പാരമ്പര്യ പെന്തക്കോസ്ത് സഭകൾ ഇന്ന് വളർച്ചാ നിരക്കിൽ അല്ലെന്നുണ്ടെങ്കിൽ അംഗബലത്തിൽ ആ ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള അവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള സഭകൾ, ഈ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന സഭകൾ, അവർ വളരെയധികം അഭൂതപൂർവമായ ഒരു വളർച്ചയാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നത്. അത് പെന്തക്കോസ്തിൻ്റെ ഈറ്റില്ലമായ തിരുവല്ലയിലും അല്ലെന്നുണ്ടെങ്കിൽ എറണാകുളത്തും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അല്ലാതെ പെന്തക്കോസ്ത് അനുഭവം ഇല്ലാത്ത ഒരു മേഖലയിലല്ല, പെന്തക്കോസ്ത് അനുഭവങ്ങളുള്ള മേഖലയിൽ തന്നെ അവർ വളരെ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയും വളരെ ആളുകൾ അവരുടെ മീറ്റിങ്ങുകൾ സംബന്ധിക്കുന്ന ഒരു കാഴ്ച. ഇത് പെന്തക്കോസ്ത്, പാരമ്പര്യ പെന്തക്കോസ്ത് സഭകൾക്ക് ഒരു വെല്ലുവിളിയാണോ? പാസ്റ്റർ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു? അത് പെന്തക്കോസ്ത് സഭയ്ക്ക് ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്കവിടെ മനസ്സിലാകുന്നില്ല. എൻ്റെ ചിന്താഗതിയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പെന്തക്കോസ്ത് സഭകൾ വളരേണ്ടതുപോലെ വളരാത്ത ഒരു സാഹചര്യം എത്തി. ആദ്യം കുറേ കാലം വളർന്നു കഴിഞ്ഞപ്പോൾ ഏത് പ്രസ്ഥാനത്തിനും കുറേ കാലം വളരും. അത് കഴിയുമ്പോൾ ഒരു പ്ലാറ്റോ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ കാര്യമാണ്. എല്ലാ പ്രസ്ഥാനത്തിനും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അങ്ങനൊരു പ്ലാറ്റോ എത്തിയ സമയത്ത് വേറൊരു സമൂഹം എഴുന്നേറ്റു, അവർ വളരാൻ തുടങ്ങി. അപ്പം അങ്ങനൊരു വളർച്ചയുടെ സാഹചര്യത്തിൽ
നമ്മളതൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, പണ്ട് ഇസ്രയേലിന് തീഷ്ണത വരുത്താൻ ജാതികളെ എടുത്തു എന്ന് പറയുന്നത് പോലെ, അത് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനും രീതികൾക്ക് വേണ്ട വ്യതിയാനങ്ങൾ വരുത്താനും നമ്മൾ ഉണരാനും ഒരു കാരണമായിട്ട് പെന്തിക്കോസ്തുകാർ കാണണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പാസ്റ്റർ, ഈ അവസരങ്ങളിൽ നമ്മുടെ ഈ ന്യൂ ജനറേഷൻ സഭകൾ, അതായത് ഈ നമ്മൾ നേരത്തെ സംസാരിച്ച സഭകൾ, പെന്തക്കോസ്ത് സമൂഹം ഈ ന്യൂ ജനറേഷൻ സഭകളെ ഒരു ത്രെട്ടായിട്ട് കാണുന്നുണ്ടോ? ഉദാഹരണത്തിന് ആധികാരികതകൾ ചോദ്യം ചെയ്യുന്ന ചില സംഭവങ്ങൾ, തിരുവത്താഴത്തിന് എതിർക്കപ്പെടുന്നത്, നമ്മുടെ സ്നാനത്തിന് എതിർക്കപ്പെടുന്നത്, ഇങ്ങനെ ഈ വിഷയങ്ങളിൽ ഈ ന്യൂ ജനറേഷൻ സഭകൾ എന്തെങ്കിലും ഒരു അവരുടെ സഭകളിൽ പറയുന്ന കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സഭാ ശുശ്രൂഷകന്മാർ അവരെ എതിർത്ത് പറയുന്നതും അതെന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ നമ്മൾ ആ ഒരു ന്യൂ ജനറേഷൻ സഭകളെ ഒരു ത്രെട്ടായിട്ട് കാണേണ്ട, ഒരു ഭീഷണിയായിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ സഭാവിശ്വാസികളെ ഈ ന്യൂ ജനറേഷൻ സഭകളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ടോ? നമ്മുടെ സഭകളിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് സംരക്ഷിക്കേണ്ട ജോലി സഭയ്ക്കുണ്ട്. സംരക്ഷിക്കാൻ അവർ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യം കണ്ടെത്തണം. അവർ പോകുന്ന കാരണം നമ്മുടെ കേവലം പാരമ്പര്യമായ ആരാധന രീതികളും ജീവനില്ലാത്ത അവസ്ഥകളുമാണെങ്കിൽ സഭ അതിനെ വ്യത്യാസം വരുത്തണം. നമ്മുടെ ജനത്തെ ഇതിനകത്ത് നിർത്തത്തക്കവണ്ണമുള്ള ആത്മീയ അന്തരീക്ഷം ഇതിനകത്തുണ്ടാകണം. അതാണ് കാരണമെങ്കിൽ. മറ്റെന്തെങ്കിലും കാരണങ്ങളാണെങ്കിൽ അതും കണ്ടെത്തി അതിന് പരിഹരിക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ സഭയിൽ വരുന്ന ആളുകളല്ല കൂടുതലും അവരുടെ സഭയിൽ പോകുന്നത്. മറ്റ് പല ക്രിസ്തീയ സമൂഹങ്ങളിൽ നിന്നോ മറ്റ് ജാതീയ സമൂഹങ്ങളിൽ നിന്നോ ആണ് അവരുടെ ആളുകൾ അധികവും എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ വരുന്ന ആളുകളെ നമ്മൾ സുവിശേഷീകരിക്കാത്തവരെ അവർ സുവിശേഷീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളവരെ ത്രെട്ടായിട്ട് കാണണം എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ ആളുകൾ കൂട്ടമായി അവിടേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ അതൊരു ത്രെട്ടാവും. പക്ഷെ ആ ത്രെട്ട് പരിഹരിക്കാൻ എല്ലാ സംവിധാനങ്ങളും പെന്തിക്കോസ്തിലുണ്ട്. ഉപദേശം നമുക്കുണ്ട്. അവർ ആത്മപ്രവൃത്തി പറയുന്നതിന് മുമ്പ് ആത്മപ്രവൃത്തി പറഞ്ഞത് നമ്മളാണ്. ആത്മാനുഭവങ്ങൾ പ്രാപിച്ചത് നമ്മളാണ്. ആ അനുഭവത്തിലേക്ക് മടങ്ങി വന്നാൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്ന് മാത്രമല്ല, ഇതുപോലെ ഉണർവൂ സമൂഹങ്ങൾ ഇവിടെ മറ്റ് സമൂഹങ്ങളിൽ ഉണ്ടായപ്പോൾ, ഇവിടുത്തെ കരിസ്മാറ്റിക് മൂവ്മെന്റ് ഉണ്ടായപ്പോൾ, കരിസ്മാറ്റിക് സമൂഹത്തിൽ ധാരാളം ആളുകൾ യാഥാസ്ഥിതിക പെന്തിക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടത്ര ഉപദേശം കിട്ടാത്ത ഒരു സ്ഥിതി അവിടെ ഉണ്ട് എന്നുള്ളത് കേൾവിയാണ്. അങ്ങനെ സത്യോപദേശം അവിടെ വേണ്ട വിധത്തിൽ ഇല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സൗകര്യമുണ്ട്. ഉപദേശങ്ങൾ പഠിപ്പിച്ച് ആളുകളെ നമുക്ക് നേടാനുള്ളൊരു സൗകര്യമാണ് വാസ്തവത്തിൽ അവിടെ ഉള്ളത്. അപ്പൊ കുറേ ആളുകളുടെ മനസ്സ് അവിടെ തുറന്നു കിട്ടിയിട്ടുണ്ട് ക്രിസ്തുവിങ്കിലേക്ക്. അപ്പൊ അവരെ പക്വതയിലേക്ക് കൊണ്ടുവരാനുള്ള അവസരമായിട്ട് പെന്തിക്കോസ്ത് സഭകൾ അത് ഉപയോഗിക്കണം. അതിനുള്ള ആത്മചൈതന്യം സഭ കൈവരിക്കണം. അതിനുള്ള തരത്തിലുള്ള ആരാധനയും പെന്തിക്കോസ്ത് സഭകൾ ക്രമീകരിച്ച് ജനത്തെ സ്വാധീനിക്കണം. അതുകൊണ്ട് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കണം എന്നതാണ് എൻ്റെ ചിന്താഗതി. അതിനോട് തന്നെ ഒരു സബായിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. പ്രധാനമായിട്ടും ഇന്ന് ഈ സഭകളിൽ കാണുന്നത് അപ്പോസ്തോലിക കൃപാവരങ്ങൾ അവർ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നു. അത് നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ ഇന്ന് പൊതുവേ ഒരു സംസാരമുള്ളത്, പെന്തക്കോസ്ത് സഭകളിൽ കൃപാവരങ്ങളുടെ പ്രത്യക്ഷമായിട്ട് അതിൻ്റെ ഫലങ്ങളൊന്നും കാണുന്നില്ല. ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ രോഗസൗഖ്യങ്ങൾ അവരുടെ സഭകളിൽ നടക്കുന്നത് പോലെ നമ്മുടെ സഭകളിൽ നടക്കുന്നില്ല. അവരുടെ സഭകളിലെ പ്രവചനങ്ങൾ പോലെ നമ്മുടെ സഭാ കൂടിവരവുകളിൽ പ്രവചനങ്ങൾ നടക്കുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു പറച്ചിലല്ലെന്നുണ്ടെങ്കിൽ സാധാരണ വിശ്വാസിയായിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഇത് കാണുമ്പോഴത്തേനും അവിടെ ഒരു അട്രാക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റോ ആ ഒരു കൂട്ടത്തിലോട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ പാരമ്പര്യ പെന്തക്കോസ്ത് സഭകളിൽ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഈ ഒരു വിശേഷത്തിന് ദേവദാസൻ എന്ന നിലയിൽ, നേതൃനിരയിൽ എന്ന് നിൽക്കുന്ന നിലയിൽ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ എല്ലാ കൃപാവരങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ
എൻ്റെ നേതൃത്വത്തിനും ശുശ്രൂഷയ്ക്ക് ആവശ്യമായ കൃപാവരങ്ങൾ സമയാസമയങ്ങളിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ പറയുന്നത് പോലെ സഭകളിൽ വേണ്ടത്ര പണ്ടുണ്ടായിരുന്നത് പോലെയുള്ള രോഗശാന്തിയോ കൃപാവര ശുശ്രൂഷകളോ കുറഞ്ഞുപോയി എന്ന സത്യം നമുക്ക് നിഷേധിക്കാൻ പറ്റിയാൽ, ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു 2 ആണ്ടുകൊണ്ട് എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന നിയോഗം പഴയ പെന്തക്കോസ്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. അത് ഈ 2 ആണ്ടുകൊണ്ടല്ല, ഇൻഫാക്റ്റ് ഒരു 15 വർഷം കൊണ്ട് ഞാൻ ആ പഴയ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തെ സംബന്ധിച്ചാണ് പ്രസംഗിക്കുന്നത്. എന്നാലിപ്പോൾ 2 ആണ്ടായിട്ട് എനിക്കുണ്ടായ നിയോഗവും ഞാൻ ചെയ്തു വരുന്നതും പഴയ കാലത്തെ കാത്തിരിപ്പ് യോഗങ്ങൾ സഭകളിൽ നടത്തുക എന്നുള്ളതാണ്. അത് ഓരോ സഭയിലും പോകാൻ എനിക്ക് സാവകാശമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 20ഓ 25ഓ സഭകളായിരിക്കും. അവയെ വിളിച്ചുകൂട്ടി അവിടുത്തെ പാസ്റ്റേഴ്സ്, അവിടുത്തെ ജനത്തെയും, എത്രയും പേര് വന്നു കൂടാൻ സൗകര്യമുണ്ടോ അത്രയും പേരെ വിളിച്ചുകൂട്ടി കാത്തിരിപ്പ് യോഗങ്ങൾ നടത്തുക. 3 ദിവസത്തെ കാത്തിരിപ്പ് യോഗം. ഈ യോഗത്തിൽ സഭയെ സംബന്ധിച്ച് എന്താണ് ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവം എന്താ പ്രതീക്ഷിക്കുന്നത്, അത് വിശദീകരിച്ചിട്ട് അവരെ കൃപാവരങ്ങൾ പ്രാപിക്കാൻ വേണ്ടി ഉത്സാഹിപ്പിക്കുന്നു, അതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നു, അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും. അങ്ങനെ പല ആളുകളും ആത്മസ്നാനത്തിലേക്കും കൃപാവര ശുശ്രൂഷകളിലേക്കും വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. യോഗങ്ങളിൽ ധാരാളം രോഗശാന്തികളും അങ്ങനെയുള്ള യോഗങ്ങളിൽ സ്ഥിരമായി നടക്കുന്നുണ്ട്. അതല്ലാത്ത സമയത്തും ധാരാളം രോഗശാന്തികൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ പണ്ടത്തെ പോലെ ആ വ്യാപകമായി നമ്മുടെ ഇടയിൽ ഇല്ലാതെ പോയി. അത് മടങ്ങി വരാൻ വേണ്ടി പെന്തക്കോസ്തുകാർ ആത്മാവിലേക്ക് മടങ്ങി വന്നാൽ നിശ്ചയമായിട്ട് എല്ലാ കൃപാവരങ്ങളും ഇന്ന് സഭയിലുണ്ടാവും. പാരമ്പര്യ പെന്തക്കോസ്ത് സഭകൾക്കൊരു മടങ്ങി വരവ്, അവരുടെ തുടക്കകാല അനുഭവത്തിലേക്കൊരു മടങ്ങി വരവ് ആണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രവചന ശുശ്രൂഷ, വിവേചന ശുശ്രൂഷ, കൃപാവരങ്ങളുടെ ഫലപ്രാപ്തികളൊക്കെ നമ്മുടെ സഭകളിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയാണ് അങ്ങ് പറഞ്ഞു വരുന്നത്, അല്ലേ? അതെ. പാസ്റ്റർ, ഈ ദിവസങ്ങളിൽ ഉപദേശിക്കുമ്പോൾ 5 സഭകളുടെ വിശ്വാസ പ്രമാണങ്ങൾ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മളുടെ തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ച്, നമ്മുടെ സ്നാനത്തിനെക്കുറിച്ച്, ബൈബിളിൻ്റെ ആധികാരികതയെക്കുറിച്ച്, ഇങ്ങനെയുള്ള ഈ ഒരു അവസരങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദേവദാസനെ ഒരു സഭയിൽ ശുശ്രൂഷയിലേക്ക് അയച്ചിട്ട് ഒരു 3 വർഷം 4 വർഷത്തിൻ്റെ കാലയളവിൽ ഈ മാറി മാറി വരുന്ന സാഹചര്യങ്ങളിൽ അവരെ എക്യുപ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങ് എന്തെങ്കിലും സെമിനാറോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? അവർക്ക് എന്തെങ്കിലും റിസോഴ്സ് മെറ്റീരിയൽസോ കൊടുക്കാറുണ്ടോ? പൊതുവെ ഇപ്പോൾ അസംബ്ലി സഭയുടെ സംവിധാനം അനുസരിച്ചാണെങ്കിൽ വേദശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് അസംബ്ലി സഭയുടെ സംവിധാനം. പഠിച്ചവർ ശുശ്രൂഷയിൽ പ്രവേശിക്കണം എന്ന ഒരു നിർബന്ധമാണ് പണ്ട് തൊട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഇടയ്ക്ക് അതിന് ലേശം ഒരു വിട്ടുവീഴ്ചകൾ വന്നു എന്നുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് നല്ല പോലെ വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ഉപദേശങ്ങളെ സ്ഥാപിക്കാനുള്ള പ്രാപ്തിയോടുകൂടെ തന്നെയാണ് പഠിച്ചു വന്നത്. ഇപ്പോഴും ബൈബിൾ സ്കൂൾ വിദ്യാഭ്യാസം ഞങ്ങൾ ഏറെക്കുറെ നിർബന്ധമാണ്. പിന്നെ എല്ലാ ഉപദേശങ്ങളെയും ഓരോ സമയത്തുണ്ടാകുന്നതിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പക്ഷേ എല്ലാവർക്കും കഴിഞ്ഞില്ല എന്ന് വരില്ല. എന്നാൽ ഇപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായാൽ ഹൈപ്പർ ഗ്രേസ് എന്നും പറഞ്ഞൊരു ഉപദേശം ഇവിടെ വ്യാപകമായി ധാരാളം പ്രസംഗങ്ങൾ നടന്നു. ആ ഇഷ്യൂ ഉണ്ടായി അതെൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ ജനറൽ കൺവെൻഷനിൽ ഒരു ദിവസം അതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ക്ലാസ് എടുത്ത് അത് റെക്കോർഡ് ചെയ്ത് അത് ജനത്തിന് അവൈലബിൾ ആക്കി. ഇപ്പം കർത്തൃമേശയെ സംബന്ധിച്ചും ഈ പറയുന്ന ചില കാര്യങ്ങളുണ്ടായപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളൊരു സ്പെഷ്യൽ സെഷൻ അതിനു വേണ്ടി എടുത്ത് അതും റെക്കോർഡ് ചെയ്ത് ജനത്തിന് അവൈലബിൾ ആക്കി. കൂടാതെ ഇപ്പോൾ അസംബ്ലി സഭയുടെ ദേശീയ തലത്തിൽ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, ലോകവ്യാപകമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പം അങ്ങനെയുള്ള ദേശീയമായ ഇഷ്യൂ വന്നാൽ ഏത് ദേശത്ത് വേദശാസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടോ ഉടൻ അത് അറിയിക്കാൻ വേണ്ടി ഒരു തിയോളജിക്കൽ കൺസൾട്ടേഷൻ ഇപ്പം ദേശീയ തലത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ദേശത്ത് പ്രശ്നം ഉണ്ടായാലും ഉടനെ അവരെ അറിയിക്കാം. അപ്പോൾ ഒരു തിയോളജിയൻസിൻ്റെ ഒരു ഫോറം ഉണ്ട്. ആ തിയോളജിയൻസിൻ്റെ ഫോറം
മീറ്റ് ചെയ്തിട്ട് അതിന് വേദശാസ്ത്രപരമായി മറുപടി കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറെക്കുറെ ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്യത്തക്കവണ്ണം സംവിധാനങ്ങൾ ദേശീയ തലത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2017 നമ്മൾ എത്തി നിൽക്കുമ്പോഴത്തേനും നവമാധ്യമങ്ങൾ ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പുകളാണെങ്കിലും ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും വളരെയധികം വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും യൂസ് ചെയ്യുന്ന, എല്ലാവരും ഉപയോഗിക്കപ്പെടുന്ന ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. നമുക്ക് സഭകൾക്ക് ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ അതൊരു കമ്മ്യൂണിക്കേഷൻ മോഡായിട്ട് നമ്മൾ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അവിശ്വാസികളാണെങ്കിലും തിരഞ്ഞെടുത്തിരിക്കുന്നു. മാധ്യമങ്ങളിൽ നിന്നും വളരെയധികം അകലം പാലിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങയുടേത്. ഇന്നത്തെ പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതിലും അതിലൂടെ നമുക്ക് പാലിക്കേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് സന്ദേശമായിട്ട് പറയാനുള്ളത്? മാധ്യമങ്ങളോട് ഞാൻ അകലം പുലർത്താനുള്ള ഒരു കാരണം, ഇപ്പോൾ പൊതുവെ ലോകത്തിലെവിടെയും ഈ കാര്യങ്ങൾക്ക് ഗുണത്തേക്കാൾ ദോഷങ്ങളുണ്ട്, ഗുണം ഉപയോഗിക്കുന്നതിനേക്കാൾ ആളുകൾ കൂടുതൽ ദോഷം ഉപയോഗിക്കുന്നു എന്നൊരു കാരണത്താലാണ് ഇതിനോട് ഞാൻ പൊതുവെ അകന്നു നയിക്കുന്നത്. അല്ലാതെ മാധ്യമങ്ങളോട് ഞാൻ എതിരല്ല. ഇന്നത്തെ പുതിയ മാധ്യമങ്ങൾ സുവിശേഷത്തിന് ഉപയോഗിക്കാൻ സാധിക്കണം. പക്ഷെ ഉപയോഗിക്കുന്ന പലരും വിമർശനത്തിനും നമ്മുടെ സമൂഹത്തെ തന്നെ ആക്ഷേപിക്കാനും മറ്റുമാണ് ഇത് ധാരാളം ആളുകൾ ഉപയോഗിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ഹാനി വരുത്തുന്ന ഒരു സ്ഥിതി ഈ പെന്തിക്കോസ്തിൽ ഉപയോഗിക്കുന്ന ആളുകളിൽ അനേകരും ഉപയോഗിക്കും. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഇതിനെ വളരെ പോസിറ്റീവായി സുവിശേഷം പറയാൻ ആളുകൾ ഉത്സാഹിച്ചാൽ നിശ്ചയമായിട്ടും അതിന് സഹായം ചെയ്യാനും പിന്തുണ കൊടുക്കാനും മനസ്സാണ്. അതിൻ്റെ വഴിതെറ്റിയുള്ള പോക്കിനോട് മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. അതുകൊണ്ട് ചെറുപ്പക്കാർ ഈ കാര്യങ്ങൾ കൂടുതൽ ദൈവവചനം അറിയാനും ദൈവത്തോട് അടുക്കാനും ഉപയോഗിക്കണം. ഈ നെഗറ്റീവായ ആസ്പെക്റ്റുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു മാറണം എന്നാണ് ചെറുപ്പക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. പക്ഷേ നമ്മുടെ കേരളത്തിലല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേശീയ തലത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം മാറി വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്കറിയാം 2000-ഓളം NGOകളുടെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു. വിദേശ സംഭാവനകൾ കേരളത്തിലെ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ക്രിസ്തീയ സംഘടനകൾ അവർക്ക് സ്വീകരിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഈ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തിന് ഇതൊരു വെല്ലുവിളിയാകുമോ? പാസ്റ്റർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹം ആളുകൾ പൊതുവെ ധരിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായൊരു സമൂഹമാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിനെ കുറിച്ച് പൊതുവെയുള്ള ആളുകളുടെ ധാരണ ഇതൊരു അമേരിക്കയിൽ ആരംഭിച്ച പ്രസ്ഥാനം, അപ്പം അങ്ങനെ വിദേശ സഹായം കൊണ്ടോടുന്നൊരു പ്രസ്ഥാനമെന്നാണ് ആളുകളുടെ പൊതുവെയുള്ള ധാരണ. ഞാൻ നേതൃത്വത്തിൽ വരുന്നത് വരെ ഞങ്ങളുടെ ജനവും ധരിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ സമൂഹം തീർത്തും ദേശീയമായ ഉറവിടങ്ങൾ ഉപയോഗിക്കുന്ന ദേശീയമായ ഭരണ സംവിധാനമുള്ള ഒരു സമൂഹമാണ്. ലോകവ്യാപകമായിട്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് ഉണ്ട്. പക്ഷേ ലോകവ്യാപകമായിട്ടുള്ള മറ്റ് ദേശങ്ങളിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ഞങ്ങളുടെ ഒരു സിസ്റ്റർ കൺസേൺ എന്നുള്ളതല്ലാതെ ഇപ്പൊ ഇന്ത്യയിലെ അസംബ്ലീസ് ഓഫ് ഗോഡിന് മുകളിൽ അമേരിക്കൻ അസംബ്ലീസ് ഓഫ് ഗോഡ് ഇല്ല. അമേരിക്കൻ അസംബ്ലീസ് ഓഫ് ഗോഡ് അമേരിക്കയിൽ, ഇന്ത്യൻ അസംബ്ലീസ് ഓഫ് ഗോഡ് ഇന്ത്യയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ എല്ലാ ഉറവിടങ്ങളും തീർത്തും ദേശീയ ഉറവിടങ്ങളാണ്. ഇപ്പം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മലയാളം ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിന് മലയാളം ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളുടെ സംഭാവനകൾ മാത്രമേ ഉള്ളൂ. നിശ്ചയമായിട്ടും അവരിൽ കുറച്ച് ആളുകൾ ഇപ്പോൾ ഗൾഫിൽ താമസിക്കുന്നുണ്ട്, കുറച്ച് ആളുകൾ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രോജക്റ്റുകളും അവരിൽ നിന്ന് മാത്രമുള്ള പണമാണ്. ഒന്നുകിൽ കേരളത്തിലെ സഭകളിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ ഈ മലയാളികളായ സഭാംഗങ്ങളുടെ മാത്രം പണമാണ്. ഞങ്ങളുടെ എല്ലാ പ്രാദേശിക സഭകളും അവരുടെ എല്ലാ പ്രോജക്റ്റിനും അവർ തന്നെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്. ഞങ്ങൾ ഫണ്ട് കൊടുക്കാറില്ല. അവർ റേസ് ചെയ്യുന്ന ഫണ്ട് ചിലപ്പോൾ ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൂടെ വരും. കാരണം പലരും ഇത് അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടി ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിനെ ഉപയോഗിക്കും. അത് അവർക്ക് ഞങ്ങൾ അതുപോലെ തന്നെ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ദേശീയ ഉറവിടങ്ങളെ ഞങ്ങൾക്കുള്ളൂ. എല്ലാ പ്രോജക്റ്റിനും ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തിനും കംപ്ലീറ്റ് ഉറവിടങ്ങളും ദേശീയ ഉറവിടങ്ങളാണ്. എന്നാൽ വിദേശത്ത് നിന്നിപ്പോൾ
നമ്മുടെ സഭകളിൽ തന്നെ ഫണ്ട് സ്വീകരിക്കുന്നതിന് ഈ പറയുന്ന കാര്യങ്ങൾക്ക് കുറേ പരിമിതികൾ ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. സോഫാർ അത്ര വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല. അങ്ങനെ വന്നാൽ ഞങ്ങളുടെ ദേശീയ സഭകളെ എക്വിപ്പ് ചെയ്യാനാണ് ഞാനല്ല ഇപ്പോഴും ഉത്സാഹിച്ചിട്ടുള്ളത്. വിദേശ പണത്തോട് വാസ്തവത്തിൽ താല്പര്യം തന്നെ ഇല്ലാത്ത ഒരു രീതിയാണ്. ഞാൻ വിദേശികളുമായിട്ട് പൊതുവെ ബന്ധപ്പെടാറില്ല. എൻ്റെ ബന്ധം മുഴുവൻ ദേശീയരായ ആളുകളോടാണ്. 8 ജില്ലകളിലായിട്ട് പരന്നടക്കുന്ന മലയാളം കൗൺസിൽ ഏകദേശം 1000-ലധികം സഭകളിൽ സ്വയം പര്യാപ്തമായിട്ടുള്ള എത്ര സഭകളുണ്ടാവും? എല്ലാ സഭകളും സ്വയം പര്യാപ്തം എന്ന് ഞാൻ പറഞ്ഞാൽ, ഇപ്പം അവർ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യത്തക്കതാണ് ഞങ്ങളുടെ സംവിധാനം. ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന സഭകളൊന്നുമില്ല. പണം കൊടുത്ത് ഞങ്ങൾ നടത്തുന്ന ഒരു സഭയില്ല. ഇപ്പോൾ ഒരു പുതിയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആ പർട്ടിക്കുലർ സെക്ഷൻ അതിൻ്റെ ഫണ്ട് റേസ് ചെയ്തോ വാടക കൊടുത്തോ ചെറിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. വേറെ ആരെങ്കിലും അതിൻ്റെ സ്പോൺസറിങ്ങിന് തയ്യാറായി ഞങ്ങളെ ഏൽപ്പിച്ചാൽ അതും ഞങ്ങൾ കൊടുക്കുന്നു. എന്നല്ലാതെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നൊരു സംവിധാനത്തിലെ അല്ല. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ബേസിക് ഫിലോസഫി തന്നെ സ്വയസംധാരണ സഭകൾ എന്നതാണ്. അതുകൊണ്ട് ഏറെക്കുറെ എല്ലാ സഭകളും അവരവരുടെ കാര്യം അവരവർ തന്നെ നോക്കുകയാണ്. മലയാളി പെന്തക്കോസ്ത് സംഘടനകളെല്ലാം തന്നെ 100 വർഷത്തോളം കിടക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് അങ്ങേക്ക് വിശ്വാസികളോട് തുടർചലനങ്ങൾ എന്ന മാധ്യമങ്ങളിലൂടെ പറയാനുള്ളത്? വിശ്വാസികളോട് ഞാൻ പറയുന്ന കാര്യം പരസ്യമായിട്ട് പറയുന്നതാണ്. പെന്തിക്കോസ്തിൻ്റെ തനി ഉപദേശത്തിലേക്കും ജീവിതത്തിലേക്കും അനുഭവങ്ങളിലേക്കും എല്ലാവരും മടങ്ങി വരണം. ഇന്നത്തെ ലൗകികത്വവും ജഡീക പ്രവൃത്തികളും സഭകളിൽ നിന്ന് വിട്ടുകളഞ്ഞ് തനി പെന്തിക്കോസ്ത് അനുഭവത്തിലേക്ക്, പുരാതന അനുഭവങ്ങളിലേക്ക് മടങ്ങിപ്പോകണം. അതിനുവേണ്ടി ഞാൻ വ്യാപകമായി ഉപദേശിക്കുന്നു, പോകുന്നിടത്ത് എല്ലാം പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു. അത് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ അനുഭവത്തിലേക്ക് എല്ലാവരും മടങ്ങി വരണമെന്നാണ് എനിക്ക് ഇന്നത്തെ സഭാമണ്ഡലത്തോട് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഉപദേശൈക്യമുള്ള നമ്മളുടെ എല്ലാ സഭകളും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന ഒരേ ലക്ഷ്യത്തോടു കൂടി നമുക്ക് കേരളത്തിൽ മാറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിഘടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ശക്തി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടോ? അങ്ങ് അതിനെ ആ ഒരു ഒരുമിക്കലിനെ എങ്ങനെ കാണുന്നു? പെന്തക്കോസ്ത് നേതാക്കന്മാർ ഒരു സമയത്ത് ഒത്തുകൂടിയിരുന്നു. നമ്മൾ വാസ്തവത്തിൽ വിഘടിച്ച് നിൽക്കുന്നില്ലല്ലോ. എല്ലാവരും സ്വതന്ത്രമായി നിന്ന് അവരവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഒരു സഭയും തമ്മിൽ നമ്മൾ മത്സരത്തിലല്ല. എല്ലാവരും തമ്മിൽ സഹകരണത്തിലാണ്. പക്ഷേ നമ്മൾ ഓർഗനൈസേഷണലി ഒന്നല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഒന്നിച്ച് വരാവുന്നതും കൂടാവുന്നതുമാണ്. പക്ഷേ സംഘടനാ ശക്തി കൊണ്ട് നമ്മൾ വലിയ കാര്യങ്ങൾ സാധിക്കുമോ എന്നെനിക്കറിയില്ല. പ്രാർത്ഥനയിൽ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് ശരിക്കും സാധിക്കുന്ന കാര്യം. നമുക്കിപ്പോൾ സംഘടനാ ശക്തി തെളിയിച്ചിട്ടും ഗവൺമെൻറ് നമ്മളെ അംഗീകരിക്കുമോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. ഞങ്ങൾ സെൻറ്റനിയൽ സെലിബ്രേഷൻ നടത്തി. വലിയ കൂട്ടമായിരുന്നു. കേരളത്തിലെ സർക്കാർ പെന്തക്കോസ്തുകാർക്ക് നല്ലൊരു കൂട്ടമുണ്ടെന്ന് തിരിച്ചറിയാൻ മുഖാന്തരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് മനോഭാവം അല്പം മാറിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ഒരു പക്ഷേ പെന്തക്കോസ്തുകാർ ഒന്നിച്ച് ആ കാര്യത്തിൽ നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ മനോഭാവം സർക്കാരിൻ്റെ മാറിയേനെ. പക്ഷെ ദേശവ്യാപകമായി നമുക്കിന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി മാത്രമേ ഇതിന് പരിഹാരമാവുള്ളൂ. എന്നാലും എല്ലാ നേതാക്കന്മാരോട്ടും സഹകരിക്കുന്നതിന് പൂർണ്ണ തൃപ്തിയുള്ള ആളാണ് ഞാൻ. ഒരു സമയത്ത് ഞങ്ങൾ അതിനുള്ളൊരു പരിശ്രമം നടത്തിയതുമാണ്. എല്ലാവരും ഒരുമിച്ചു. ഓഫ്കോഴ്സ് ആളുകൾ കൂടാറുണ്ട്. ഞങ്ങളെല്ലാം തമ്മിൽ യോജിപ്പിലാണ്. വ്യത്യസ്തരായിട്ട് അങ്ങനെ പിണങ്ങി നിൽക്കുന്ന ഒരു കൂട്ടരും ഈ നമ്മുടെ സമൂഹത്തിലില്ല. അതിനോട് തന്നെ ലീഡ് ചെയ്തിട്ടുണ്ട് മനസ്സിൽ വരുന്നൊരു ചോദ്യം. നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ നിയുക്ത ഗവൺമെൻറ്റിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു സോഴ്സാണ്, റിസോഴ്സസ് ആണ് എന്ന് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഐഡൻറ്റിറ്റി അല്ലെന്നുണ്ടെങ്കിൽ എൻറ്റിറ്റി ആയിട്ട് കണക്കൂട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. പെന്തക്കോസ്ത് സമൂഹത്തിന് ഈ 100 വർഷം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഭാഗത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ജനകീയമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. അങ്ങ്
അങ്ങനെ ഉള്ള ഒരു നീക്കത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു? നമ്മുടെ തത്വത്തിൽ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു രാഷ്ട്രീയ വീക്ഷണഗതിയിലേക്ക് പെന്തിക്കോസുകാർ പോയിട്ടില്ല. അപൂർവം ചില വ്യക്തികൾ രാഷ്ട്രീയത്തിൽ പോയിട്ടുണ്ടെങ്കിലും അങ്ങനൊരു സ്വാധീനം ചെലുത്തത്തക്ക ഒരു സ്ഥിതി ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. വിശ്വാസികളാരെങ്കിലും നേതൃത്വത്തിൽ ഭരണത്തിൽ വരുന്നതിനോട് യോജിപ്പേ ഉള്ളൂ. അതിനോടെനിക്ക് വിയോജിപ്പില്ല. ദൈവഭക്തർ നിശ്ചയമായിട്ടും രാജ്യത്തിലെ ഭരണത്തിൽ വരണം, അതിനെനിക്കും താല്പര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ നീക്കത്തിലേക്ക് സഭകൾ പോകുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് വലിയ യോജിപ്പില്ല. വളരെ തിരക്കുകളുടെ നടുവിൽ ചുരുക്കം ചില സമയങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ച് തന്ന അങ്ങയുടെ വലിയ മനസ്സിന് നന്ദി. അങ്ങയുടെ നേതൃത്വത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ഇനിയും വളരെ ഉയർന്നങ്ങളിലേക്ക് ദൈവം അതിനെ എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. തുടർചലനങ്ങളുടെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ദൈവം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.